കഥയെ ആരംഭിക്കുന്നത് വില്ലെന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വില്ലെന്ന് താനേറെ ആഗ്രഹിച്ചിരുന്ന തന്റെ സ്കൂളിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. വില്ലിന് അച്ഛനും അമ്മയും ഉണ്ട്. മറ്റുള്ളവരെ പോലല്ല, വില്ലിന്റെ അച്ഛന്റെ അമ്മയ്ക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്തെന്നല്ലേ, അവന്റെ അച്ഛനും അമ്മയും ആ ലോകത്തെ ഏറ്റവും മികച്ച 2 സൂപ്പർ ഹീറോസ് ആണ്. വില്ലിന്റെ അച്ഛൻ സ്റ്റീവ്, അമ്മ ജോസി. പക്ഷേ സൂപ്പർ ഹീറോസ് ആവുമ്പോൾ അവർക്ക് മറ്റൊരു പേര് കൂടി കാണുമല്ലോ. അത്തരത്തിൽ വില്ലിന്റെ അച്ഛൻ കമാൻഡർ എന്ന പേരിലും വില്ലിന്റെ അമ്മ ജോസി സ്കൈ ഹൈ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. കമാൻഡറുടെ പവർ എന്ന് പറയുന്നത് എത്ര വലിയ ശക്തിയുള്ള വസ്തുവിനെയും പിടിച്ചുയർത്താൻ പറ്റും എന്നുള്ളതൊക്കെയായിരുന്നു. സ്കൈ ഹൈയുടേതാകട്ടെ നല്ല വേഗതയിൽ അവർക്ക് പറക്കാൻ പറ്റും. സാധാരണ രീതിയിൽ സൂപ്പർ ഹീറോസിന്റെ ഇത്തരത്തിലുള്ള കഴിവുകൾ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് പുതിയ കഴിവുകൾ ഉണ്ടാകും. ഇവിടെ വില്ലിനാകട്ടെ ഒരു തരത്തിലുള്ള സൂപ്പർ ഹീറോ പവറും വന്നിരുന്നില്ല. വില്ലിന്റെ അച്ഛന് മുമ്പിൽ തനിക്ക് പവറൊന്നുമില്ലെന്ന കാര്യം മറച്ചുവെക്കാൻ വില്ല് ഒരുപാട് കഷ്ടപ്പെടുന്ന പോലുമുണ്ട്. വില്ലെന്ന് തന്റെ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. തന്റെ അച്ഛനും അമ്മയും ഒക്കെ പഠിച്ച സൂപ്പർ ഹീറോസ് പഠിക്കുന്ന, അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കൈ ഹൈ എന്ന സ്കൂളിലേക്ക്. വൈകാതെ അവന്റെ ഉറ്റ സുഹൃത്ത് ലൈല അവരുടെ വീട്ടിലേക്ക് വന്നു. ലൈലയ്ക്കും സൂപ്പർ പവർ ഉണ്ട്. സസ്യങ്ങളെയും മറ്റും കൺട്രോൾ ചെയ്യാൻ അവൾക്ക് പറ്റും. എന്തായാലും ലൈലയും വില്ലും കൂടി അവരുടെ സ്കൂളിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി. വൈകാതെ സ്കൂൾ ബസ് വരും. പോകുന്ന വഴിക്ക് വില്ല് ലൈലയോട് പറഞ്ഞു, ഇത്തവണയെങ്കിലും എനിക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കണം. ഒരു സൂപ്പർ പവറുമില്ലാത്ത നിന്നെ ആരെ നോക്കാനാടാ എന്നായിരുന്നു ലൈലയുടെ മറുപടി. പറഞ്ഞ പോലെ നിനക്കിതുവരെ സൂപ്പർ പവർ ഒന്നും വരാത്ത കാര്യം നീ എന്താ വീട്ടിൽ പറയാത്തത്? ലൈല ചോദിച്ചു. എനിക്കും സൂപ്പർ പവർ ഒക്കെ വരും, നീ നോക്കിക്കോ എന്നായിരുന്നു വില്ലിന്റെ മറുപടി. സ്കൂൾ ബസ്സിലേക്ക് കയറിയതും പുതിയ അഡ്മിഷൻ ആയതുകൊണ്ട് വില്ലിന്റെ പേര് ഡ്രൈവർ ചോദിച്ചു. വില്ല് തന്റെ പേര് പറഞ്ഞു, വിൽ സ്ട്രോങ് ഹോൾഡ്. അത് കേട്ടതും ആ ഡ്രൈവർ ഒന്ന് ഞെട്ടി. കാരണം സ്ട്രോങ് ഹോൾഡ് എന്ന അവന്റെ കുടുംബ പേര് ഏവർക്കും സുപരിചിതമാണ്. നാട്ടിലെ തന്നെ ഏറ്റവും ശക്തരായ സൂപ്പർ ഹീറോസിന്റെ മകൻ. ഡ്രൈവർ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും വില്ലിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഏവരും വില്ലിനെ അതിശയത്തോടെ നോക്കിക്കാണുന്നുണ്ട്. 2 സൂപ്പർ ഹീറോസിന്റെ മകനാണല്ലോ, അത്രമേൽ കഴിവ് വില്ലിനുണ്ടാകും എന്നായിരുന്നു ആ സമയം ഏവരും ചിന്തിച്ചത്. പിന്നാലെ ബസ് പുറപ്പെട്ടു. വില്ലിന് ബസ്സിൽ നിന്ന് തന്നെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. ഈദൻ, മകന്ത, സാക് എന്നായിരുന്നു അവരുടെ പേരുകൾ. ഇതേ സമയം മുന്നോട്ട് സഞ്ചരിക്കുകയായിരുന്ന ബസ് പണിതീരാതെ കിടക്കുന്ന ഒരു പാലത്തിലേക്ക് കയറി. നിയന്ത്രണം വിട്ട പോലെ ആ പാലത്തിൽ നിന്ന് മുമ്പോട്ട് കുതിച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങി. വില്ലടക്കം കുറെ പേർ ഭയന്നിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും ബസ്സിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ബസ്സിൽ നിന്ന് വിമാനത്തിന്റെ പോലെ ചിറകുകൾ വന്നു. പിന്നാലെ വിമാനം പോലെ പറന്നുയർന്ന ബസ് ആകാശത്തൂടെ സഞ്ചരിച്ചു. ഒടുവിൽ വായുവിൽ ഉയർന്നു നിൽക്കുന്ന ആന്റി ഗ്രാവിറ്റി ഫോഴ്സിൽ നിലകൊള്ളുന്ന സ്കൈ ഹൈ എന്ന ആ സ്കൂളിലേക്ക് ബസ് വന്നെത്തുകയാണ്. അവരുടെ സ്കൂൾ അത്തരത്തിൽ ആകാശത്താണുള്ളത് എന്ന് കണ്ടതും വില്ലും മറ്റു കുട്ടികളും അതിശയിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ഇറങ്ങിയ അവർ ചുറ്റിലും നോക്കാൻ തുടങ്ങി. ആ സ്കൂളിൽ പഠിക്കുന്നത് മുഴുവൻ ഓരോരോ സൂപ്പർ പവർ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിന്റെ മക്കളായിട്ടുള്ളവർ. ഇറങ്ങിയ പാടെ തന്നെ തങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പല സൂപ്പർ പവറുകളും ഉള്ളവരെ അവർ നേരിട്ട് കാണുന്നുണ്ട്. ഈ സമയം അവർ വരുന്നത് കണ്ട് 2 സീനിയർ പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. സ്പീഡ് എന്നും ലാഷ് എന്നുമാണ് അവരുടെ പേരുകൾ. സ്പീഡിന്റെ സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ അവന് വളരെയധികം വേഗത്തിലോടാൻ പറ്റും. ലാഷ് ആണെങ്കിൽ ഇലാസ്റ്റിക് പോലെ വലിയാനും നീളാനും ഒക്കെ കഴിവുള്ളവനാണ്. അവര് വില്ലിന്റെയും കൂട്ടുകാരുടെയും ഒക്കെ അടുത്തേക്ക് വന്ന് അവരെ ബുള്ളി ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വന്നു. ഗ്വെൻ എന്നായിരുന്നു അവളുടെ പേര്. ഗ്വെൻ വന്നതും ആ ബുള്ളീസ് അവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോകുന്നുണ്ട്. ഗ്വെന്നിനെ കണ്ടതും വില്ലിന് ഏറെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഗ്വെന്നും വില്ലിനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ലൈല കാണുകയും ചെയ്തു. ലൈലയ്ക്ക് അതൊന്നും അത്രയങ്ങോട്ടേക്ക് രസിച്ചില്ല. എന്തായാലും ഗ്വെന്നവരെ അവിടുത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. വൈകാതെ സൂപ്പർ പവറുള്ള പ്രിൻസിപ്പളും അങ്ങോട്ടേക്ക് വന്നു. പ്രിൻസിപ്പൽ അവരോടായി പറഞ്ഞു, നിങ്ങൾക്കിവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത്. ശേഷമായിരുന്നു അവിടുത്തെ ഒരു അധ്യാപകൻ വന്നത്. വന്ന പുതിയ കുട്ടികളെ അവരുടെ പവറിന്റെ അടിസ്ഥാനത്തിൽ ഓരോരോ ക്ലാസ്സുകളിലേക്ക് മാറ്റും. ഓരോരുത്തരുടെയും പവറുകൾ, സൂപ്പർ പവറുകൾ അധ്യാപകൻ ചോദിച്ചറിയാൻ തുടങ്ങി. അതെന്തിനാണെന്ന് വെച്ചാൽ സൂപ്പർ പവറുകൾ ഉള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആണ് കൊടുക്കുന്നത്. അതേസമയം സൂപ്പർ പവറുകൾ തിരിച്ചറിയാത്ത ശക്തമായ സൂപ്പർ പവറുകൾ ഇല്ലാത്തവർക്ക് സൂപ്പർ ഹീറോസിന്റെ സൈഡ് കിക്ക് ആവാൻ, അതായത് കൂടെ നിന്ന് വില്ലന്മാർക്കെതിരെയൊക്കെ പൊരുതുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ ആകുവാനുള്ള പരിശീലനം കൊടുക്കും. രണ്ടും 2 ക്ലാസുകളാണ്. ആദ്യമായി ഒരു പയ്യൻ കടന്നു വന്നു. ആ പയ്യനാകട്ടെ കണ്ടാൽ പൊടി പോലുള്ളവനാണ്. പക്ഷേ നിമിഷ നേരം കൊണ്ട് അവൻ തന്റെ ശരീരം ഹൽക്കിനെ പോലെ ബലമുള്ള പാറക്കല്ല് പോലെയാക്കി മാറ്റി.
ഒരുത്തനാകട്ടെ ഒന്ന് നീട്ടിത്തുപ്പി. അവന്റെ തുപ്പലിന് ആസിഡിന്റെ പവറായിരുന്നു. ഏതൊരു വസ്തുവിനെയും ഉരുക്കാൻ പാകത്തിന് അത്രമേൽ പവർ. അടുത്തത് ഈതന്റെ ഊഴമായിരുന്നു. ഈതൻ സ്വയം ജെല്ലിയായി ഉരുകി താഴെ വീണു. മകന്തയാകട്ടെ നിന്ന നിൽപ്പിൽ ഇലയായി രൂപം പ്രാപിച്ചു. അടുത്തത് ലൈലയുടെ ഊഴമായിരുന്നു. പക്ഷേ ലൈലയ്ക്ക് അങ്ങനെ കുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സൂപ്പർ പവറുകൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ, എന്നെ കൊണ്ടത് പ്രദർശിപ്പിക്കാൻ ഇവിടെ പറ്റില്ല എന്നവൾ പറഞ്ഞതും അവളെ സൈഡ് കിക്കാക്കാൻ ആ അധ്യാപകൻ തീരുമാനിച്ചു. പിന്നാലെ അധ്യാപകൻ വില്ലിനെ നേരെ തിരിഞ്ഞു. നീ കമാൻഡോയുടെ മകനല്ലേ? കമാൻഡോയുടെ മകൻ എന്ന് പറയുമ്പോൾ നിനക്കത്രമേൽ സൂപ്പർ പവർ ഉണ്ടാകുമല്ലോ, വാ കയറി വാ എന്ന് പറഞ്ഞ് വില്ലിനെ വേദിയിലേക്ക് അയാൾ വിളിച്ചു. വില്ലിനാണെങ്കിൽ അതുവരെ എന്ത് സൂപ്പർ പവറാ ഉള്ളത് എന്ന് മനസ്സിലായിട്ട് പോലുമില്ല. വില്ലത് പറഞ്ഞതും അധ്യാപകൻ തന്റെ റിമോട്ടിൽ കയ്യമർത്തി. മുകളിൽ കെട്ടിത്തൂക്കിയ കാറ് അവന്റെ ദേഹത്തേക്ക് പതിക്കാൻ വന്നു. വില്ല് വേഗം കിടന്നതുകൊണ്ട് അവന് പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടു. വില്ലിന് ശക്തിയൊന്നുമില്ല എന്ന് വില്ല് പറയുന്നു കേട്ടതും അധ്യാപകൻ തന്നെ പറ്റിക്കുകയാണ് എന്നായിരുന്നു കരുതിയത്. വില്ലിനെതിരെ അധ്യാപകൻ തന്റെ ശക്തി പ്രയോഗിച്ചു. വായിൽ നിന്ന് വന്ന കാറ്റുകൊണ്ട് വില്ലിനെയും താണ്ടി അത് കടന്നുപോയി. സ്കൂൾ ബസിന്റെ ചില്ല് വരെ അധ്യാപകന്റെ ആ ശക്തിയിൽ നിന്ന് വന്ന കാറ്റ് പൊട്ടിച്ചു കളയുന്നുണ്ട്. പിന്നാലെ വില്ലിന് സൂപ്പർ പവർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് അധ്യാപകൻ പറഞ്ഞയച്ചു. ഡോക്ടർ വില്ലിനെ പരിശോധിച്ചു. തന്റെ സൂപ്പർ പവർ കൊണ്ടാണ് ഡോക്ടർ അത് ചെയ്യുന്നത്. ശേഷം ഡോക്ടർ പറഞ്ഞു, ശരിയാണ്, നിനക്ക് ഇതുവരേക്കും ഒരു സൂപ്പർ പവറും ഉള്ളതായി കാണാൻ പറ്റുന്നില്ല. അതെന്താ ഡോക്ടർ, എനിക്ക് മാത്രം അങ്ങനെ സൂപ്പർ പവർ ഇല്ലാത്തത്? എന്റെ അച്ഛനും അമ്മയും സൂപ്പർ ഹീറോസ് അല്ലേ, എനിക്കും അപ്പോ സൂപ്പർ പവർ ഉണ്ടാവേണ്ടതല്ലേ? വില്ല് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, അതിപ്പോ നിനക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഡോക്ടർ 2 മിഠായി കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഒരുപോലുള്ള 2 മിഠായികൾ, അതായത് 2 സൂപ്പർ ഹീറോസ്. അവർ ഒന്നിച്ചുണ്ടാകുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ സൂപ്പർ പവറുകൾ പെട്ടെന്ന് വരണമെന്നില്ല. പക്ഷേ ദാ ഈ മിഠായിയും ഇതുപോലെ മറ്റൊരു സ്റ്റിക്കും എടുക്കുക. ഇതുപോലെ ഒരു സൂപ്പർ ഹീറോയും സൂപ്പർ ഹീറോ അല്ലാത്ത വ്യക്തിയുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, അവർക്കാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ, ആ കുട്ടിക്ക് വേഗത്തിൽ സൂപ്പർ ഹീറോ കഴിവുകൾ വരും. നീ ദാ പുറത്തു നിൽക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവറെ കണ്ടോ? അയാൾ 2 സൂപ്പർ ഹീറോസിന്റെ മകനാണ്. ഇത്ര നാളായിട്ടും അയാളുടെ സൂപ്പർ ഹീറോ കഴിവെന്താണ് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ പവറൊന്നും കിട്ടിയിട്ടുമില്ല. വില്ലാകെ സങ്കടത്തിലായി. എന്തായാലും അന്ന് നിരാശയോടെയായിരുന്നു വില്ല് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് അവൻ വരുമ്പോ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട്. വില്ലിനോട് അവന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നവർ തിരക്കിയപ്പോ വലിയ മുഖഭാവമൊന്നും കൊടുക്കാതായിരുന്നു അവൻ അകത്തേക്ക് പോയത്. പിന്നാലെ വില്ലിന്റെ അച്ഛൻ സ്റ്റീവ് വില്ലിനെ തന്റെ വിജയ ട്രോഫികൾ സൂക്ഷിക്കുന്ന സീക്രട്ട് സാങ്ക്ടമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സൂപ്പർ ഹീറോ ആയ അവന്റെ അച്ഛൻ കീഴ്പ്പെടുത്തിയ ഓരോ വില്ലന്മാരിൽ നിന്നും കരസ്ഥമാക്കിയ എന്തെങ്കിലും ഒരു വസ്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ സ്റ്റീവിന്റെ അച്ഛൻ അവനെ കൊണ്ടു കാണിച്ചത് പസിഫയർ എന്ന് പേരുള്ള ഒരു വലിയ തോക്കാണ്. സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത ഒരു തോക്ക്. അത് വളരെ വലിയൊരു വില്ലന്റേതായിരുന്നെന്നും 16 കൊല്ലം മുമ്പ് അയാളെ താൻ പരാജയപ്പെടുത്തിയതാണെന്നും തന്റെ അഭിമാനമാണ് അതെന്നും അന്ന് സ്റ്റീവ് വില്ലിനോട് വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ തനിക്കിപ്പോഴും ഒരു സൂപ്പർ പവറുമില്ല അച്ഛ എന്ന് പറയാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. വില്ലും അച്ഛനും അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതൊക്കെ അവിടുണ്ടായിരുന്ന സ്റ്റീവ് തന്നെ കീഴ്പ്പെടുത്തിയ ഒരു റോബോട്ടിന്റെ തല വെച്ച് ദൂരെ നിന്നും ആരോ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം സൂപ്പർ ഹീറോ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുകയാണ്. വില്ലും ലൈലയും അടക്കം കുറച്ചു കുട്ടികൾ സൈഡ് കിക്കുകളുടെ ക്ലാസ്സിലായിരുന്നു. അങ്ങോട്ടേക്ക് മുമ്പ് സൈഡ് കിക്കായിരുന്ന ഒരു അധ്യാപകൻ കടന്നു വന്നു. അയാൾ കാര്യങ്ങൾ വിശദീകരിച്ചു. സൈഡ് കിക്കിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ മിഷനും നടക്കുമ്പോൾ സൂപ്പർ ഹീറോസിനെ സഹായിക്കുക എന്നതാണ്. അവിടുത്തെ ചില്ലും മറ്റും പൊട്ടാതെ നോക്കണം, ആളുകളെ സുരക്ഷിതമാക്കി മാറ്റി നിർത്തണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സൈഡ് കിക്കുകളുടെ ക്ലാസ് പുരോഗമിച്ചു. ഓരോ ടാസ്കുകളും ഏർപ്പെടുത്തി. വില്ലിന് പതിയാണെങ്കിലും ആ ക്ലാസ് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വില്ലും കൂട്ടുകാരും വില്ലിന്റെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണ്. ആ സമയമാണ് വില്ലിന്റെ അച്ഛൻ സൂപ്പർ ഹീറോ വേഷത്തിൽ ഒരു മിഷനും കഴിഞ്ഞു വരുന്നത്. ഓഹോ, നിങ്ങൾ പഠിക്കുവാണോ? എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചായ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അടുക്കളയിലേക്ക് പോയി. വില്ലും പിന്നാലെ അടുക്കളയിലേക്ക് ചെന്നു. അച്ഛനോട് കുറച്ച് നാളായി താനൊരു സൈഡ് കിക്കാണെന്ന് പറയണം എന്നവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു, അച്ഛാ, ഈ സൈഡ് കിക്കുകളെ പറ്റി എന്താ അച്ഛന്റെ അഭിപ്രായം? അന്ന് അദ്ദേഹം പറഞ്ഞു, സൈഡ് കിക്കാകുക എന്ന് പറഞ്ഞാൽ ഒട്ടും മോശം കാര്യമൊന്നുമല്ല. ഒരു സൂപ്പർ ഹീറോ ആദ്യം സൈഡ് കിക്കാവാനാ പഠിക്കേണ്ടത്. അത് കേട്ടതും വില്ലിനെ കുറിച്ച് സമാധാനമായി. വില്ല് പറഞ്ഞു, അച്ഛാ, സ്കൂളില് ഞാനും സൈഡ് കിക്ക് ബാച്ചിലാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. എനിക്ക് ശക്തിയൊന്നുമില്ലെന്ന് പറഞ്ഞ് അധ്യാപകൻ എന്നെ സൈഡ് കിക്ക് ബാച്ചിലാ ആക്കിയത്. അത് കേട്ടതും വില്ലിന്റെ അച്ഛന്റെ ഭാവം മാറി. സ്റ്റീവ് ദേഷ്യത്തിൽ നിലത്തടിച്ചതോടെ അവിടുള്ളതൊക്കെ ഉയർന്നു പൊന്തി. പിന്നാലെ ഫോണെടുത്ത് ദേഷ്യത്തിൽ സ്കൂളിലേക്ക് വിളിക്കാൻ തുടങ്ങി. എനിക്കറിയാം ഇത് അവരുടെ കളിയാണ്, എന്നെ അപമാനിക്കാനാ നിന്നെ സൈഡ് കിക്ക് ക്ലാസ്സിൽ അവരിട്ടത് എന്ന തരത്തിൽ പറഞ്ഞായിരുന്നു സ്റ്റീവ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പിന്നാലെ വില്ല് സത്യം പറഞ്ഞു, തനിക്ക് ഇതുവരെ സൂപ്പർ പവർ ഒന്നും കിട്ടിയിട്ടില്ലെന്നും ഒന്നും തനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്നും. ഞെട്ടലോടെയായിരുന്നു സ്റ്റീവ് അത് കേട്ടത്. അത് കേട്ട സ്റ്റീവിന് അക്ഷരാർത്ഥത്തിൽ നല്ല ദുഃഖമൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ ഒരു സംഭവമുണ്ടായി. ഭക്ഷണം
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വില്ല് തന്റെ ഭക്ഷണവും എടുത്ത് ടേബിളിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ബുള്ളീസായ സ്പീഡും ലാഷും വന്നത്. വില്ല് പോകുന്ന കണ്ടതും ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ച് ലാഷ തന്റെ കൈ നീട്ടി വില്ലിന്റെ കാലിൽ പിടിച്ചു വലിച്ചു. വില്ലത ഭക്ഷണപാത്രം തെറിപ്പിച്ചുകൊണ്ട് അവിടെ വീഴാൻ തുടങ്ങി. വില്ലിന്റെ ഭക്ഷണം തെറിച്ചു വീണതാകട്ടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന വാറന്റെ ദേഹത്തേക്ക് വന്നു വീണു. വാറൻ സ്കൂളിലെ നൊട്ടോറിയസ് സൂപ്പർ പവർ ഉള്ള വ്യക്തിയാണ്. വില്ലിന്റെ അച്ഛനായിരുന്നു വില്ലനായിരുന്ന വാറന്റെ അച്ഛനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതും അയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും വില്ലിനെ കണ്ടതും വാറന് ദേഷ്യം ആളിക്കത്തി. വാറൻ വില്ലിനെ ആക്രമിക്കാൻ തുടങ്ങി. വാറനപ്പോൾ നിന്നിരുന്നത് വില്ലൊളിച്ച അതേ ടേബിളിന്റെ മുകളിലായിരുന്നു. വില്ല ടേബിൾ എടുത്തുകൊണ്ട് എഴുന്നേറ്റു. വാറനെ അടക്കം പൊക്കിക്കൊണ്ടാണ് വില്ല് എഴുന്നേറ്റതെന്ന് ആലോചിക്കണം. വാറനെ അവിടെ നിന്ന് ടേബിൾ അടക്കം വില്ല് ദൂരേക്ക് എറിഞ്ഞു. വില്ലിന്റെ സൂപ്പർ പവർ ചെറുതായിട്ട് പുറത്തു വന്നു തുടങ്ങുകയായിരുന്നു. തെറിച്ചു വീണ വാറൻ കൂടുതൽ ദേഷ്യത്തോടെ വില്ലിനെ ആക്രമിക്കാൻ മുന്നിട്ട് വന്നു. പക്ഷെ ഇത്തവണ വില്ല് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തു. വാറന്റെ തീ മുഴുവൻ അത് വെച്ച് അവൻ കെടുത്തിക്കളഞ്ഞു. പിന്നാലെ പ്രിൻസിപ്പൽ വന്ന് ഇരുവരെയും ഡിറ്റൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊക്കെ പ്രിൻസിപ്പൽ അവരെ ഉപദേശിച്ചു. വില്ലിന് വാറനോട് പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കോംപ്രമൈസിനായി അവൻ കൈനീട്ടി. പക്ഷേ വാറന് അത് പറ്റുമായിരുന്നില്ല. അവന്റെ അച്ഛനെ ജയിലിലടച്ചത് വില്ലിന്റെ അച്ഛനാണല്ലോ. ആ ദേഷ്യം അവനുണ്ടായിരുന്നു. വില്ലെന്ന് വീട്ടിലേക്ക് തിരികെ വന്നത് തനിക്ക് സൂപ്പർ പവർ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. അവൻ വന്ന് വാതിൽ തുറന്നതും വാതിലൊടിഞ്ഞ് അവന്റെ കയ്യിലിരുന്നു. പിന്നാലെ മുമ്പിലേക്ക് വന്നപ്പോ അച്ഛനും അമ്മയും നോക്കി നിൽക്കുന്നു. തനിക്ക് സൂപ്പർ പവർ കിട്ടിയ കാര്യം അവൻ സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷെ അമ്മ അവനെ വഴക്ക് പറയുകയാണ്. വാറനുമായി അവനെന്തിനാണ് പ്രശ്നമുണ്ടാക്കിയത്? സൂപ്പർ പവർ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു അത്. അച്ഛൻ അതിൽ ഇടപെട്ട് വില്ലിനെ വിളിച്ച് അവരുടെ സീക്രട്ട് റൂമിലേക്ക് പോയി. അവിടെ വെച്ച് ആദ്യം വില്ലിനെ വഴക്ക് പറയുന്ന പോലൊക്കെ വന്നെങ്കിലും വില്ലിന് സൂപ്പർ പവർ കിട്ടിയതിൽ അച്ഛനേറെ സന്തോഷിച്ചിരുന്നു. അച്ഛനെന്ന് വില്ലിനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇതൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം ദൂരെ ഇവിടെ നിന്നോ അവിടുള്ള റോബോട്ട് തലവഴിയുള്ള ക്യാമറ കണ്ണുകളിലൂടെ മറ്റാരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതോടെ സൈഡ് കിക്കുകളുടെ ക്ലാസ്സിൽ നിന്ന് വില്ല് സൂപ്പർ ഹീറോസിന്റെ ക്ലാസ്സിലേക്ക് എത്തപ്പെട്ടു. സൂപ്പർ ഹീറോ ക്ലാസ്സിലെത്തിയ വില്ലിന് ഗവനിനെയായിരുന്നു പാർട്ട്ണറായിട്ട് കിട്ടിയത്. അന്ന് അവർക്ക് ഒരു മിഷൻ ഉണ്ടായിരുന്നു. ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. വില്ലിനാണെങ്കിൽ അതിനെപ്പറ്റി ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗവനിന് സൂപ്പർ പവർ തന്നെ അതായിരുന്നു. ടെക്നോളജി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അവൾക്ക് കഴിയും. അത്തരത്തിൽ വില്ലിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് കൊടുത്ത ടാസ്ക് സോൾവ് ചെയ്ത് ഗവൻ കാണിക്കുന്നുമുണ്ട്. വില്ല് അതിശയത്തോടെ നോക്കി. പിന്നീട് ലഞ്ച് കഴിക്കുന്ന സമയം വില്ലിരുന്നത് സൂപ്പർ ഹീറോ കുട്ടികളുടെ ഒപ്പമാണല്ലോ. അപ്പോഴാണ് സൈഡ് കിക്സ് അതുവഴി വരുന്നത്. ലൈലയും മറ്റുമുണ്ട്. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവരെ തന്റെ അടുത്തേക്ക് വില്ല് ക്ഷണിച്ചു. പക്ഷേ സൂപ്പർ ഹീറോസ് കഴിവുള്ള മറ്റു കുട്ടികൾ അതിന് സമ്മതിച്ചില്ല. അതോടെ അവർ മാറിപ്പോയി. ലൈലയ്ക്ക് അതിൽ ദുഃഖം തോന്നിയിരുന്നു. വില്ല് പിന്നാലെ ലൈലയെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റിൽ നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാം എന്നവൻ അവളോടായി പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് വില്ലിന്റെ ഒരു കൂട്ടുകാരൻ സഹായത്തിന് ഓടി വന്നത്. ബുള്ളീസായ കുട്ടികൾ അവരെ ഉപദ്രവിക്കുകയായിരുന്നു. സൈഡ് കിക്കുകളെയൊക്കെയും അവർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. തന്റെ കൂട്ടുകാർക്ക് വേണ്ടി വില്ല് ബുള്ളീസിനെതിരെ നിന്നു. സ്പീഡും ലാഷും വില്ലിനോട് പറഞ്ഞു, നിനക്കിപ്പോ സൂപ്പർ പവർ ഉണ്ടാകും എന്ന് കരുതി ഞങ്ങളോട് മുട്ടാൻ നിൽക്കണ്ട. ആ സമയമാണ് വില്ല് അവരോട് എതിർക്കുന്നത്. പിന്നാലെ അവരെ ഒരു മത്സരത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. ആ സൂപ്പർ ഹീറോ സ്കൂളിൽ ഒരു മത്സരം നടക്കും. സിറ്റിസൺ സേവിംഗ് മത്സരം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സിറ്റിസന്റെ ഡെമ്മി അപകടമുള്ള ഒരു മെഷീന്റെ മേളിൽ കെട്ടിത്തൂക്കിയിരിക്കും. പതിയെ പതിയെ അതിങ്ങനെ താഴ്ന്നു വരും. 3 മിനിറ്റ് സമയമാണുള്ളത്. ഒരു വശത്ത് സൂപ്പർ ഹീറോ ടീം നിൽക്കും, ഒരു വശത്ത് സൂപ്പർ വില്ലൻ ടീമും. ഡെമ്മി അതായത് സിറ്റിസൺ മരണത്തിൽപ്പെടുന്നതിന് മുമ്പ് സൂപ്പർ ഹീറോസിനെ രക്ഷപ്പെടുത്തണം. അതിനനുവദിക്കാതെ സൂപ്പർ വില്ലൻസ് തടയാൻ നോക്കണം. സിറ്റിസനെ രക്ഷപ്പെടുത്താൻ സൂപ്പർ ഹീറോസിന് കഴിഞ്ഞാൽ അവർ കളി വിജയിക്കും. അതേസമയം സൂപ്പർ വില്ലൻ തടയുകയാണെങ്കിൽ അവരായിരിക്കും വിജയിക്കുക. അങ്ങനെ മത്സര ദിവസം എത്തി. സൂപ്പർ ഹീറോ ടീമിൽ വില്ലും വില്ലിന്റെ പാർട്ട്ണറുമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം സൂപ്പർ വില്ലൻ ടീമിലാകട്ടെ സ്പീഡും ലാഷുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊരു അപകടമുണ്ട്. വില്ലിന്റെ പാർട്ട്ണർ വാറനായിരുന്നു. വില്ലിനോട് ശത്രുതയുള്ള അതേ വാറൻ തന്നെ. എന്തായാലും മത്സരം ആരംഭിച്ചു. പക്ഷേ മത്സരത്തിന്റെ തുടക്കത്തിൽ മുഴുവൻ വില്ലിന് എതിരാളികളുടെ അടുത്തു നിന്ന് നല്ല രീതിയിൽ അടികിട്ടി വീഴേണ്ടി വന്നു. കുറച്ചായതും വില്ല് വല്ലാതെ തളർന്നിരുന്നു. ആകെ 3 മിനിറ്റ് സമയമാണുള്ളത്. ഒടുവിലൊരു ഘട്ടത്തിൽ വില്ല് ഫ്ലോറിൽ ശക്തമായൊന്ന് പഞ്ച് ചെയ്തു.
അതോടെ വില്ലൻസ് തെറിച്ചു വീണു. ഒരു വില്ലൻ വില്ലിന്റെ കയ്യിലകപ്പെട്ടു. വാറനാകട്ടെ മറ്റൊരു വില്ലന്റെ നേരെ ഫയർബോൾസ് എറിയാൻ തുടങ്ങി. വാറൻ എന്ന നീതിയോടെയായിരുന്നു കളിച്ചിരുന്നത്. വാറൻ പിന്നാലെ വില്ലിനോട് സിറ്റിസനെ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. സമയം കുറഞ്ഞു വരുന്നു. പക്ഷേ സ്പീഡ് വാറന്റെ ചുറ്റിലും. വാറൻ ഓക്സിജൻ പോലും കിട്ടാത്ത വിധത്തിൽ ഓടാനായി ആരംഭിച്ചു. അതോടെ വാറൻ അവശതയിലായി. ഇനിയും ഇങ്ങനെ തുടർന്നാൽ വാറൻ കൊല്ലപ്പെടും എന്ന് വില്ല് മുൻകൂട്ടി കണ്ടിരുന്നു. ഒന്നുകിൽ വാറനെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ സിറ്റിസണെ. വില്ലൊടുവിൽ വാറനെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. വില്ല് പോയി ആദ്യം വാറനെ രക്ഷപ്പെടുത്തി. പിന്നാലെ വാറനെ പൊക്കിയെടുത്ത് സിറ്റിസന്റെ നേരെ എറിഞ്ഞു. സിറ്റിസനെയും രക്ഷപ്പെടുത്തി വാറൻ താഴെ വീണു. സമയം തീരുന്നതിന് മുമ്പ് മത്സരത്തിൽ വിജയിക്കാൻ അങ്ങനെ വില്ലിന് കഴിയുകയാണ്. എന്തായാലും അന്ന് വീട്ടിലെത്തിയ വില്ല് പുറത്തു പോവാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. ലൈലയോട് പുറത്തുനിന്ന് ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നവൻ പറഞ്ഞിരുന്നതാണല്ലോ. റെസ്റ്റോറന്റിലേക്ക് പോവാൻ അവനിറങ്ങുമ്പോൾ അതാ വീട്ടിൽ ഗ്വൻ വരുന്നു. ഗ്വന്നിന്റെ ചിരിയും മറ്റും കണ്ടതും ലൈലയുടെ കാര്യം വില്ലങ്ങ് മറന്നുപോയി. അന്ന് ഗ്വൻ അവരുടെ കുടുംബത്തിനൊപ്പം ഏറെ സമയം ചിലവഴിച്ചു. വില്ലും അവരുടെ കൂടെ കൂടി. ഇതേ സമയം മറുവശത്ത് റെസ്റ്റോറന്റിലെത്തിയിരുന്ന ലൈലയാകട്ടെ വില്ലിനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് വെയിറ്ററായ വാറൻ വരുന്നത്. ആ റെസ്റ്റോറന്റിൽ വാറൻ പാർട്ട് ടൈമായി ജോലി നോക്കിയിരുന്നു. എന്താ ഇവിടെ കുറെ നേരമായല്ലോ ഇരിക്കുന്നത് എന്ന് വാറൻ ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. എന്തായാലും വാറനും ലൈലയും അന്ന് അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഗ്വൻ അന്ന് വില്ലിന്റെ വീട്ടിൽ വന്നതിനൊരു കാര്യമുണ്ടായിരുന്നു. വില്ലിന്റെ പേരൻസിനെ വരാൻ പോകുന്ന ഹോം കമ്മിങ് പാർട്ടിയിൽ ഹോണററി ഗസ്റ്റുകളായി അവൾ ക്ഷണിച്ചു. അന്ന് ഗ്വന്നിനെ ഡ്രോപ്പ് ചെയ്യാൻ വില്ല് പോയിരുന്നു. വീടിന് മുമ്പിലെത്തിയപ്പോൾ ഹോം കമ്മിങ് പാർട്ടിയിൽ തന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ തന്റെ പാർട്ട്ണർ ആവാമോ എന്ന് വില്ല് ഗ്വന്നിനോട് ചോദിച്ചു. ഗ്വന്നും സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് വില്ല് വരുമ്പോൾ ലൈല അവിടെ തന്നെ ഉണ്ട്. കാര്യം വില്ല് തലേ ദിവസം അങ്ങനെയൊക്കെ പ്രവർത്തിച്ചെങ്കിലും അവനോട് അവൾക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഹോം കമ്മിങ് ദിവസം ഡാൻസ് പ്രോഗ്രാമിന് തന്റെ പാർട്ട്ണർ ആവാൻ വില്ലിനോട് ചോദിക്കാനായിരുന്നു അവൾ നിന്നത്. അവളത് ചോദിച്ചതും ഗ്വൻ തന്റെ പാർട്ട്ണർ ആവാമെന്ന് പറഞ്ഞു എന്ന കാര്യം വില്ല് അവളോട് പറയുകയാണ്. അത് കേട്ടതും ലൈല വല്ലാതായി. തലേന്ന് ഗ്വൻ വീട്ടിൽ വന്നതുകൊണ്ട് വരാൻ പറ്റാതിരുന്നത് എന്നുകൂടി അവൻ പറഞ്ഞതോടെ ലൈല അസ്വസ്ഥയാകുന്നുണ്ട്. അവൾ തിരിച്ചടിച്ചു. നീ വന്നില്ലേലും കുഴപ്പമില്ല, ഇന്നലെ വാറൻ വന്നിരുന്നു. അവനോട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങൾ നല്ല കമ്പനിയായി. വില്ലിന് അത് കേട്ട് സഹിച്ചില്ല. വാറനുമായി ഞാൻ നല്ല ടേംസിലല്ലെന്ന് നിനക്കറിയാൻ പാടില്ലേ, നീ എന്തിനാ അവനോട് സംസാരിക്കാനൊക്കെ പോയത് എന്ന് ചോദിച്ച് വില്ല് അവളോട് വഴക്കിട്ടു. നിനക്കെന്തുമാവാം, നീ ഗ്വന്നിനോടൊക്കെ സംസാരിച്ചല്ലോ, ഞാൻ വല്ലതും പറഞ്ഞോ, എനിക്കിഷ്ടമുള്ളത് ഞാനും ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു അന്ന് ലൈല പോയത്. എന്തായാലും അന്ന് ലഞ്ച് ടൈമിൽ ലൈല വാറന്റെ അടുത്ത് ചെന്നു. ഹോം കമ്മിങ് പാർട്ടിയിൽ തന്റെ പാർട്ട്ണറായി വരാമോ എന്ന് വാറനോട് ചോദിച്ചു. ആദ്യം വാറനൊന്നും മടിച്ചെങ്കിലും ലൈല വീണ്ടും ആവശ്യപ്പെട്ടപ്പോ വാറൻ അതിന് യെസ് പറഞ്ഞു. അപ്പോഴേക്കും ലൈലയുടെ സുഹൃത്തുക്കൾ വന്ന് വാറിന് ചുറ്റിലുമായി ഇരുന്നിരുന്നു. ആ പുതിയ കമ്പനിയും മറ്റും വാറൻ എൻജോയ് ചെയ്യാനും തുടങ്ങി. ലൈലയ്ക്കൊപ്പം പോകുന്നത് വില്ലിനെ അസ്വസ്ഥമാക്കും എന്നറിഞ്ഞ വാറന് അതുകൊണ്ട് തന്നെ ലൈലയ്ക്കൊപ്പം പോവാൻ ഒരു സന്തോഷം തോന്നി. ലൈലയും വില്ലിനെ കുറച്ച് അസ്വസ്ഥപ്പെടുത്താനായിരുന്നു ആ ഒരു തീരുമാനത്തിലെത്തിയത്. അന്ന് വൈകിട്ട് വീട്ടിൽ പാരന്റ്സ് ഇല്ലാത്ത സമയത്ത് വില്ലൊരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ക്ലാസ്മേറ്റ്സ് ആയ സൂപ്പർ ഹീറോസിന് വേണ്ടിയാണ് പാർട്ടി നടത്തുന്നത്. പാർട്ടിയിൽ പങ്കെടുക്കാൻ ഗ്വൻ അടക്കം എത്തിയിരുന്നു. ഗ്വൻ സന്തോഷത്തിലുമായിരുന്നു. പാർട്ടി നടക്കുന്നതിനിടയിൽ നമുക്ക് ഒന്ന് മാറി നിന്ന് സംസാരിച്ചാലോ എന്ന് ഗ്വൻ ചോദിച്ചു. വില്ലിനും വലിയ ഇൻട്രസ്റ്റ് ആയി. ഗ്വന്നിനെ തനിച്ച് വില്ലവിടത്തെ ആകെയുള്ള ഒറ്റപ്പെട്ട ഇടമായ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങോട്ടേക്കാരെയും കൊണ്ടുപോകരുത് എന്നച്ഛൻ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വില്ലതൊന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും സീക്രട്ട് റൂമിലെത്തിയതും അവർ ചുംബിക്കാനും മറ്റും ആരംഭിച്ചു. ഈ സമയം അവർക്ക് പിന്നിലൂടെ പീഡ് വന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന പസിഫയർ എടുത്തുകൊണ്ട് പോവുകയാണ്. കുറച്ചു കഴിഞ്ഞവർ മുകളിലേക്ക് കയറി. വില്ലിതൊന്നും അറിഞ്ഞിരുന്നില്ല. വില്ല് എന്തോ എടുക്കാൻ വേണ്ടി മാറിയപ്പോൾ അങ്ങോട്ടേക്ക് ലൈല വന്നു. ലൈല വന്നപ്പോ കണ്ടത് പാർട്ടിയും അവിടെയുള്ള ഗ്വന്നിനെയുമാണ്. ഗ്വൻ ലൈലയെ എതിരിട്ടു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് സൈഡ് കിക്കുകളുടെ പാർട്ടിയല്ല, സൂപ്പർ ഹീറോസിന്റെ പാർട്ടിയാണ്. ഞാൻ പാർട്ടി കൂടാൻ വന്നതൊന്നുമല്ല, വില്ലിനെ കാണാൻ വന്നതാ എന്നായിരുന്നു ലൈലയുടെ മറുപടി. നീ അവനെ എപ്പോഴും കാണുമൊന്നും വേണ്ട, അവനും ഞാനും ഇപ്പൊ പ്രണയത്തിലാ, നിനക്കറിയാമല്ലോ. നീ നിന്റെ പാട് നോക്കിപ്പോ. ഗ്വന്നിന്റെ ആ പറച്ചിൽ ലൈലയെ വിഷമിപ്പിച്ചിരുന്നു. അപ്പോഴായിരുന്നു വില്ല് വന്നത്. നീ എപ്പോഴാ വന്നേ? എന്താ എന്നോട് മിണ്ടാതിരുന്നേ എന്നൊക്കെ ചോദിച്ചവൻ വന്നപ്പോഴേക്കും ഗ്വന്നിന്റെ വാക്ക് കേട്ട് ദേഷ്യത്തിലായിരുന്ന ലൈല അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വില്ലിനൊന്നും മനസ്സിലായതുമില്ല. വില്ല് പിന്നാലെ ഗ്വന്നിനോട് എന്താ നടന്നതെന്ന് ചോദിച്ചു. ഗ്വന്നും ഉള്ള കാര്യം പറഞ്ഞു. അത് കേട്ടതും വില്ലിന് ദേഷ്യം വന്നിരുന്നു. വില്ല് പാർട്ടി അവസാനിപ്പിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു. അന്ന് ഗ്വന്നിനെ വില്ല് ചെറുതായി ഒന്ന് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വില്ലന്ന് അവിടെ നിന്ന് നേരെ ലൈലക്കേറെ ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റിൽ പോയി. അവിടെ ഇരുന്ന് ലൈലയെ വിളിച്ചു. ലൈല പക്ഷെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ദുഃഖത്തോടെ വില്ല് അവിടെ തുടരുമ്പോ അവിടുത്തെ റെസ്റ്റോറന്റിൽ വെയിറ്ററായി ജോലി നോക്കുന്ന വാറൻ അങ്ങോട്ടേക്ക് വന്നു. വില്ലിനോട് സംസാരിച്ചു. എന്താണ് നീ വല്ലാതിരിക്കുന്നേ? ഒരു ദിവസം ലൈല ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ കുറെ സംസാരിച്ചു. ലൈലയ്ക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അവളന്ന് സംസാരിച്ചത് മുഴുവൻ നിന്നെ പറ്റിയായിരുന്നു. വാറൻ ആ പറഞ്ഞത് കേട്ടതുമാണ് ലൈല തന്നെ സ്നേഹിച്ചിരുന്നു എന്ന് വില്ല് മനസ്സിലാക്കുന്നത്.
എന്തായാലും അടുത്ത ദിവസം ഹോം കമ്മിങ് പാർട്ടി നടക്കുകയാണ്. അവിടെ ചീഫ് ഗസ്റ്റായി ക്ഷണിക്കപ്പെട്ടത് വില്ലിന്റെ അച്ഛനും അമ്മയുമാണല്ലോ. അവർ പോവാനിറങ്ങുകയായിരുന്നു. വില്ലിനോടും വരാൻ അവർ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്കടുത്ത് വില്ല് പറഞ്ഞു, എനിക്ക് വലിയ മൂടൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ. അമ്മ തങ്ങളുടെ ഒരു പഴയ ഫോട്ടോ ആൽബം വില്ലിനെ ഏൽപ്പിച്ച് നിനക്ക് തോന്നുവാണേൽ വാ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. വില്ല് അമ്മ കൊടുത്ത ആ ഫോട്ടോ ആൽബം നോക്കിക്കാണാൻ തുടങ്ങി. സ്കൈ ഹൈയിൽ പഠിച്ച് അച്ഛനും അമ്മയുടെയും കാലത്തിൽ പഠിച്ച കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ സമയമാണ് വില്ല് ഒന്ന് ശ്രദ്ധിച്ചത്. ആ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ടെന്നി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം. അവളെ കാണാൻ ഗ്വെന്നിനെ പകർത്തിവെച്ച പോലുണ്ട്. ചിത്രങ്ങൾ നോക്കിപ്പോകുമ്പോൾ പസിഫയർ ഡെവലപ്പ് ചെയ്ത് ടെന്നിയുടെ ഫോട്ടോയും വില്ല് നോക്കിക്കാണുകയാണ്. അത് കണ്ടതും വില്ലിന് ചില സംശയങ്ങൾ തോന്നി. അച്ഛൻ പറഞ്ഞ പസിഫയർ വെച്ച് വലിയ അപകടം സൃഷ്ടിക്കാൻ നോക്കിയ വില്ലൻ ടെനി ആയിരുന്നോ എന്നായിരുന്നു അത്. ഗ്വെന്നിനി അവരുടെ മകളാണോ എന്നും വില്ല് ചിന്തിക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞ് പസിഫയർ ഗണ്ണിലേക്ക് നോക്കി. ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞു, ആ സീക്രട്ട് റൂമിൽ പസിഫയർ ഗൺ കാണാനില്ല, അതാരോ മോഷ്ടിച്ചിരിക്കുന്നു. ഇതേസമയം സ്കൂളിൽ ഹോം കമ്മിങ് പാർട്ടി അരങ്ങേറുകയാണ്. സാധാരണ രീതിയിൽ എല്ലാവരെയും വെൽക്കം ചെയ്ത് സംസാരിച്ച ഗ്വെൻ പെട്ടെന്ന് തന്റെ വേഷം മാറി. സൂപ്പർ വില്ലൻ വേഷധാരിയായ പണ്ട് വില്ലിന്റെ അച്ഛനും അമ്മയും ചേർന്ന് കീഴ്പ്പെടുത്തിയ റോയൽ പെയിനായി അവൾ മാറി. തന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ച കണ്ട് വില്ലിന്റെ അച്ഛൻ സ്റ്റീവിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റീവിനെ എതിരിടാൻ റോയൽ പെയിൻ അഥവാ ഗ്വെൻ അഥവാ ടെന്നി മുന്നിട്ട് വരികയാണ്. കമാൻഡറായ സ്റ്റീവ് പറഞ്ഞു, നീ എന്തു തന്നെ ഉപദ്രവം തീർക്കാൻ വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല. ഗ്വെൻ ഉടനടി പസിഫയർ ഗണ്ണെടുത്തു. അതുപയോഗിച്ച് സ്റ്റീവിനെതിരെ ആക്രമണം നടത്തി. അതിൽ നിന്നുള്ള പവർ ഏറ്റതും സ്റ്റീവ് ഒരു കൊച്ചുകുട്ടിയായി മാറുകയാണ്. സംഭവം എന്തെന്നാൽ പണ്ട് ടെനിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറെ കഴിവുകളുള്ള ടെനിയുടെ സൂപ്പർ പവറുകൾ സ്കൂളിലെ ആരും അംഗീകരിച്ചിരുന്നില്ല. അവളെ സൈഡ് കിക്കാക്കി മാറ്റി. പിന്നീട് അവൾ വളർന്നൊരു സൂപ്പർ ഹീറോ ആയി മാറിയപ്പോൾ അത് അവളിലെ വില്ലൻ ക്യാരക്ടർ വളർത്തുകയായിരുന്നു. അവളായിരുന്നു പസിഫയർ ഗൺ ഡെവലപ്പ് ചെയ്തതും. പക്ഷേ അബദ്ധത്തിൽ കമാൻഡറുമായുള്ള ഏറ്റുമുട്ടലിൽ പസിഫയർ ഗൺ അവളുടെ ദേഹത്ത് തന്നെ ഉപയോഗിക്കപ്പെട്ടു. അവൾ അങ്ങനെ കുട്ടിയായി വീണ്ടും വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് വീണ്ടും അതേ സ്കൂളിൽ ഗ്വെന്നായി വേഷം മാറി എത്തിയതും അവൾ പഠിച്ചതും. ആ പസിഫയർ ഗൺ എങ്ങനെയും കരസ്ഥമാക്കലായിരുന്നു അവളുടെ ലക്ഷ്യം. അതിനായിരുന്നു അവൾ വില്ല സ്കൂളിൽ വരാൻ കാത്തുനിന്നത്. വില്ലിനോട് കമ്പനിയടിച്ച് ഒടുവിൽ ആ പസിഫയർ ഗൺ കരസ്ഥമായപ്പോൾ അവൾ തന്റെ തനി സ്വരൂപം പുറത്തെടുത്തിരിക്കുകയാണ്. തന്റെ കയ്യിൽ കിട്ടിയ പസിഫയർ ഗൺ ഉപയോഗിച്ച് അവിടുണ്ടായിരുന്നവരെയൊക്കെ അവൾ കുട്ടികളാക്കി മാറ്റാൻ തീരുമാനിച്ചു. തന്നോട് ക്രൂരത കാട്ടിയ സ്കൈ ഹൈ എന്ന ആ സ്കൂൾ തകർക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിൽ സൈഡ് കിക്കുകൾ രക്ഷപ്പെട്ടു പോന്നിരുന്നു. വില്ലും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. വില്ല് ലൈലയെ കണ്ട് ക്ഷമ പറഞ്ഞ് അവളുമായി വീണ്ടും ഒന്നായി. സൈഡ് കിക്കുകളും നല്ലവരായ സൂപ്പർ ഹീറോസും ചേർന്ന് ശത്രുക്കൾക്കെതിരെ പൊരുതാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് വില്ല് ഗ്വെന്നിനെ എതിരിടുകയാണ്. അവർ തമ്മിലും ഏറ്റുമുട്ടൽ നടന്നു. ഒരു ഘട്ടത്തിൽ ഗ്വെൻ വില്ലിനെ ഇടിച്ചു തെറിപ്പിച്ചു. വായുവിൽ ഉയർന്നു നിന്ന സ്കൂളിൽ നിന്ന് ഗ്വെൻ താഴേക്ക് പതിക്കാൻ തുടങ്ങി. പക്ഷെ അധികം വൈകാതെ വില്ല് പറന്നുയർന്ന് സ്കൂളിനടുത്തെത്തി. ഗ്വെൻ വില്ലിനെ നോക്കിക്കണ്ടു. വില്ലിന് അടുത്ത സൂപ്പർ പവർ കൂടി കൈവന്നിരിക്കുന്നു. അമ്മയുടെ പവർ, പറക്കാനുള്ള ശക്തി. പിന്നെ പറയണ്ടല്ലോ, രണ്ട് ശക്തമായ സൂപ്പർ പവറുകൾ ഒന്നിച്ചാണ് വില്ലിന് ഇപ്പോൾ ഉള്ളത്. അതുപയോഗിച്ച് ഗ്വെന്നിനെതിരെ അവൻ പൊരുതി. ഒടുവിൽ ഗ്വെന്നിനെ വകവരുത്തുകയും ചെയ്തു. ഇതേസമയം കുട്ടികളാക്കിയ സൂപ്പർ ഹീറോസിനെ ഗ്വെന്നിന്റെ സൈഡ് കിക്കുകൾ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു. സ്കൂൾ ബസ് ഡ്രൈവർ അത് തടഞ്ഞു. അപ്പോഴേക്കും ഗ്വെൻ സ്കൂള് താഴെ വീണ് തകരാനുള്ള അവൾ ചെയ്തു വെച്ച ഉപകരണം ആക്റ്റീവ് ആക്കിയിരുന്നു. ആന്റി ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് ഗ്രാവിറ്റിക്ക് അടിമപ്പെട്ട് സ്കൂള് താഴേക്ക് പതിക്കാൻ തുടങ്ങി. വില്ല് പറന്നിറങ്ങി സ്കൂള് തന്റെ ശക്തി കൊണ്ട് പിടിച്ചുയർത്താൻ നോക്കിയെങ്കിലും വില്ലിനത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്കൂൾ താഴേക്ക് പതിച്ച് എല്ലാവരും മരിക്കും, സ്കൂൾ തകരും എന്ന അവസ്ഥയെത്തി. പക്ഷെ അപ്പോഴേക്കും എലിയായി മാറി സീക്രട്ട് റൂമിന്റെ അകത്ത് കടന്നിരുന്ന വില്ലിന്റെ സുഹൃത്ത് അവിടെ ഗ്വെൻ സ്ഥാപിച്ച ഡിവൈസ് കടിച്ചു മുറിച്ച് വീണ്ടും ആന്റി ഗ്രാവിറ്റി സിസ്റ്റം വർക്കാക്കി സ്കൂൾ ആകാശത്തേക്ക് ഉയർത്തിയിരുന്നു. പിന്നാലെ വില്ലും കൂട്ടുകാരും ചേർന്ന് കുട്ടികളായവരെ പഴയ നിലയിലേക്കാക്കി. ഗ്വെന്നിന്റെ സൈഡ് കിക്കുകളും കൂട്ടാളികളും ഡിറ്റൻഷൻ സെന്ററിലേക്കും അവിടെ നിന്നും ജയിലിലേക്കും മാറ്റപ്പെട്ടു. ലൈലയും വില്ലും ഒന്നായി മാറി. അവർ പരസ്പരം ചുംബിച്ചു. അവരുടെ ഒന്നിച്ചുള്ള ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ടു പോകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.